ഏയ് ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ് ഒരാൾക്കും അറിയില്ല, ഡെയ്സിക്ക് മാത്രമേ അറിയൂ. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? കൊച്ചവൻ്റെതാണെന്ന് പറഞ്ഞാൽ മതി. കാശ് കൊടുത്താ അവൻ എന്ത് ചെയ്യും? മണികണ്ഠൻ അവന്റെ പേര്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അയാളെ എങ്ങനെ കണ്ടുപിടിക്കും? കോടതിയിൽ അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസിയിൽ വിളിച്ചു പറയാം. ഇത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എനിക്കെല്ലാം മനസ്സിലായടാ. ഡെയ്സി എല്ലാം പറഞ്ഞല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. ഈ നാട്ടക്കേസ് എവിടെ ഒളിച്ചു വെച്ചു? പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛാ, ഒരു അബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഉണ്ണുണ്ണിച്ചാൻ എല്ലാം അറിഞ്ഞുവല്ലേ? എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എന്റെ തെളിവുകളില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്കത് കിട്ടി. എ ക്ലിയർ എവിഡൻസ്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാണ്. അച്ഛൻ ഇത് പുറത്ത് പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം. പുറത്തറിഞ്ഞാലുള്ള നാണക്കേട് ഓർത്താടാ ഞാനും ഇത്രയും കാലം പറയരുത്. നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പറ്റിയതെന്നാണ് ഞാൻ പറയാം. ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എങ്ങനെയെന്ന് നീ പറയാതെ എനിക്കറിയാം. എടീ, നീ അച്ഛനോട് പറയണ്ടെന്ന് ഡാഡി പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടാണ് അച്ഛൻ അതിന്റെ കിടപ്പുവശം മനസ്സിലാകാഞ്ഞിട്ടാണ്. കാര്യം എങ്ങനെ മലന്നിടന്നാലും തിരിഞ്ഞിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ? എടാ, ഗർഭം ഉണ്ടാക്കിയാ പോരാ, അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം. അല്ലാതെ വല്ലവന്റെ തലയെ കെട്ടി എനിക്ക് ധൈര്യമില്ല. അച്ഛൻ എത്ര ദണ്ഡമാണെങ്കിൽ അച്ഛനെ ഏറ്റെടുത്തോ. എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി. എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസിനും അറിയാം. നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെ എടുത്ത് റോഡിൽ നടന്നാൽ ഇവിടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിന്റെ തന്ത ഞാനല്ലാതെ നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചത്. എനിക്ക് രക്ഷപ്പെട്ടെ. വേണ്ട, നീ മാത്രം അങ്ങനെ രക്ഷപ്പെടണ്ട. നീ രക്ഷപ്പെട്ട നീ പഴപ്പിച്ച പെണ്ണു വഴിയാതനോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഞാനിത് എന്തോന്ന് പറയണേ? ഞാനിത് പുറത്ത് പറയും. അച്ഛാ, പുതുശ്ശേരിക്കാരനെ തെണ്ടിത്തരം എല്ലാവരും അറിയട്ടെ. അച്ഛാ, ഞാൻ പറയും. നാടുകളെ പറയും. താൻ പറയോ? പറയും. എങ്കിൽ ഞാൻ തന്നെ കൊല്ലും. ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നെ കൊല്ലും, ഞാനും ചാവും. കർത്താവാണ് സത്യം. ഇല്ലടാ, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലും.